സ്വർഗീയ മന്ന എന്ന ബൈബിൾ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്തെന്നാൽ സ്വയം നിയന്ത്രണം. ആംഗല ഭാഷയിൽ പറയുകയാണെങ്കിൽ സെൽഫ് കൺട്രോൾ. നാം ഏവർക്കും അത്യാവശ്യമായിട്ട് ആവശ്യമുള്ള ഒരു കാര്യമാണ് സ്വയം നിയന്ത്രണം. സ്വയമായി നിയന്ത്രണമില്ലെങ്കിൽ അനേകവിധമായ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. സ്വയം നിയന്ത്രണമില്ലാത്തത് കൊണ്ട് നാം ഇന്ന് പത്രവാർത്തകളിലൂടെയും മാധ്യമങ്ങളിലൂടെയും അവരെ നിയന്ത്രിക്കാത്തത് കൊണ്ട് അനേകരെ കൊല്ലുന്നതായും അനേകർക്ക് പലവിധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടും നാം അനേക സംഭവങ്ങൾ പത്രങ്ങളിൽ നാം വായിക്കുന്നു. അപ്രകാരമായ ഒരു അനുഭവം നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 2012 സൈപ്രസ് ദേശത്ത് നിന്നും ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ കളിച്ചതായ ബാഗ്ദാദിസ് എന്ന ഒരു മഹൽ വ്യക്തിയെക്കുറിച്ചാണ് നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അദ്ദേഹം അവിടെ സ്റ്റാൻസിലാസ് എന്ന ഒരു കളിക്കാരനുമായി ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും വളരെ താല്പര്യമുള്ള ഒരു മഹൽ വ്യക്തിയാണ് ബാഗ്ദാദിസ്. അദ്ദേഹം ഈ മത്സരത്തിൽ വിജയം കൈവരിക്കും എന്ന് അവിടെയുള്ള കാണികളെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ ആ കളി കണ്ട് രസിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ മത്സരത്തിൽ ബാഗ്ദാദിസ് എന്നായ മഹൽ വ്യക്തി അവിടെ തോൽക്കുകയും ആ തോൽവിയുടെയായ അതിൻ്റെ പേരിൽ അദ്ദേഹം തൻ്റെ കയ്യിലിരുന്നായ ആ ബാറ്റ് എടുത്ത് അദ്ദേഹം നിലത്ത് അടിക്കുന്നു. അദ്ദേഹം അത് നിലത്ത് അടിച്ച് അത് പൊട്ടുന്നത് വരെ അദ്ദേഹം ആ ബാറ്റ് ഉടഞ്ഞു പോകുന്നത് വരെ അദ്ദേഹം അടിച്ചു. അതുപോലെ തന്നെ ആ ബാറ്റ് നിഷേധിച്ച് തൻ്റേതായ ആ ബാഗേജിൽ നിന്നുള്ള മറ്റു 3 ബാറ്റുകളും അദ്ദേഹം എല്ലാവരും കാണുക ആ ബാറ്റുകളെല്ലാം നിലത്തടിച്ച് ഉടച്ചു കളഞ്ഞു. അത്രയധികം അദ്ദേഹത്തിന് ഒരു ദേഷ്യം അദ്ദേഹത്തിന് ഉണ്ടായി. അപ്പോൾ അദ്ദേഹത്തെ നിയന്ത്രിക്കാത്തത് കൊണ്ട് ഇവിടെ 60,000 രൂപ ആ ഫൈനായിട്ട് അദ്ദേഹം അടയ്ക്കേണ്ട വന്നു എന്നും പത്രത്തിൽ ഈ വാർത്ത നമ്മൾ വായിച്ചറിഞ്ഞതാണല്ലോ. എല്ലാവർക്കും പ്രിയമുള്ള ഒരു കളിക്കാരനായിരുന്നു. എല്ലാവരും ഇദ്ദേഹം ആ വിജയം കൈവരിക്കുമെന്നുള്ള ആ ഒരു ആവേശത്തോടുകൂടി ആ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എന്താണ് സംഭവിച്ചത്? ആ കളിയിൽ തോറ്റു എന്ന് അറിഞ്ഞപ്പോൾ ആ തോൽവി അദ്ദേഹത്തിന് സ്വീകാര്യമല്ലാത്തത് കൊണ്ട് താൻ അത്രയും നാളുകൾ കളിച്ച് വിജയം കൈവരിച്ചതായ ആ ബാറ്റ് അദ്ദേഹം എല്ലാവരും കാണുക അടിച്ച് ഉടച്ചു എന്നാണ് നാം കാണുന്നത്. ഇതുപോലെ തന്നെയാണല്ലോ പ്രിയമുള്ളവരെ, ഇന്ന് കുടുംബങ്ങളിൽ സ്വയം നിയന്ത്രണമില്ലാതെ അനേകർ അവരുടെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങളും അനേക വിധത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന നാം കാണുന്നു. സ്വയം നിയന്ത്രണമില്ലാത്തത് കൊണ്ട് പൊതുമുതലുകളിൽ ഇന്ന് അനേകർ നശിപ്പിച്ച് കളയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ സ്വയം നിയന്ത്രണത്തെക്കുറിച്ച് എന്താണ് തിരുവചനം പറയുന്നത് എന്ന് നാം നോക്കാം. ഇത് ഒരു അനുഭവം തിരുവചനത്തിൽ നിന്ന് നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് ഇവിടെ നാം നോക്കുമ്പോൾ സംഖ്യാപുസ്തകം 20-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ താഴോട്ട് നോക്കുമ്പോൾ ദൈവത്തിന് പ്രിയമുള്ള ഒരു പ്രവാചകനായ മോശയുടെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് നമ്മളിവിടെ വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് വായിക്കാം. ഇവിടെ 20:7 മുതൽ നമുക്ക് വായിക്കാം. നിൻ്റെ വടിയെടുത്ത് നീയും സഹോദരനായ അഹരോനും സഭയെ വിളിച്ചുകൂട്ടി അവൻ കാണുക എന്താണ് പാറയോട് കൽപ്പിക്ക എന്നത്, അത് വെള്ളം തരും. പാറയിൽ നിന്ന് അവർക്ക് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിനും അവരുടെ കന്നുകാലികൾക്കും കുടിപ്പാൻ കൊടുക്കണമെന്നാണ് ദൈവം അവിടെ മോശയോട് നിർദ്ദേശം നൽകിയത്. എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? ആ പാറയോട് കൽപ്പിക്ക എന്ന് പറഞ്ഞപ്പോൾ
ഇവിടെ മോശയും അഹരോനും ആ ജനങ്ങളുടെ പിറുപിറുപ്പ്, അവരുടെ സംസാരം, അവരുടെ വിമർശനം, അവരുടെ പ്രശ്നങ്ങൾ അതെല്ലാം അഭിമുഖീകരിച്ചുകൊണ്ട് ഈ ജനം കലഹിക്കുന്നതായിട്ട് കാണുന്നു കലഹിക്കുന്നു എന്ന് കണ്ട് 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ, എന്നാൽ അത് വെള്ളം തരും, പാറയിൽ നിന്ന് അവർക്ക് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിന് അവരുടെ കന്നുകാലികൾക്കും കുടിപ്പാൻ കൊടുക്കണം എന്ന് ദൈവം അരുളി ചെയ്തു. എന്നാൽ അവിടെ താഴോട്ട് 9-ാമത്തെ വാക്യത്തിൽ തന്നോട് കൽപ്പിച്ചതുപോലെ മോശ യഹോവയുടെ സന്നിധിയിൽ നിന്ന് വടിയെടുത്തു. മോശയും അഹരോനും പാറയുടെ അടുക്കൽ സഭയെ വിളിച്ചുകൂട്ടി അവരോട്, മത്സരികളെ കേൾപ്പീൻ, ഈ പാറയിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിക്കുമോ? അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് മോശ കൈ ഉയർത്തി വടി കൊണ്ട് പാറയെ 2 പ്രാവശ്യം അടിച്ചു എന്ന് 11-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. ദൈവം മോശയോട് നീ കൽപ്പിക്ക എന്ന് മാത്രമേ ഇവിടെ പറഞ്ഞുള്ളൂ. എന്നാൽ അതിനു പകരം മോശ എന്താണ്, ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പല രീതിയിൽ ഈ വടികൾ ഉപയോഗിച്ച് ചെങ്കടൽ 2ആയിട്ട് വിഭജിച്ച ആ വടിയാണ്. യോർദാൻ നദി 2ആയി അത് മാറിപ്പോകുവാൻ ഉപയോഗിച്ചതായ വടിയാണ്. അങ്ങനെ ആ ദൈവം പല അത്ഭുതങ്ങളും പ്രവർത്തിച്ചതായ ആ വടി ഉപയോഗിച്ച് നീ അത് കോൽ നീട്ടി കൽപ്പിക്ക എന്ന് പറഞ്ഞപ്പോൾ അവിടെ ആ ജനം അവരുടെ സ്വഭാവത്തിന്, അവരുടെ വിമർശനങ്ങളെല്ലാം കേട്ടിട്ട് അവിടെ മോശ ആ വടി കൊണ്ട് ആ പാറയെ 2 പ്രാവശ്യം അടിക്കുന്നതായി, തന്നെ സ്വയമായി നിയന്ത്രിക്കാതെ, ദൈവം കൽപ്പിച്ച പ്രകാരം ചെയ്യാതെ അതിന് വിരുദ്ധമായിട്ട് മോശ അവിടെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആയതിനാൽ മോശയ്ക്ക് എന്ത് സംഭവിച്ചു? ഞാൻ ആ ഭാഗം വായിക്കുന്നില്ല. മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മോശയ്ക്ക് ദൈവം അവിടെ വാഗ്ദത്തം ചെയ്തതുപോലെ വാഗ്ദത്ത നാട്ടിൽ എത്തിച്ചേരുവാനുള്ള ആ അവസരം മോശയ്ക്ക് ഇല്ലാതായി തീർന്നു. ഇതുപോലെ തന്നെ നമ്മളും സ്വയമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ നമ്മളുടെയും ജീവിതത്തിൽ നമുക്ക് ലഭിക്കേണ്ടതായ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കാതെ വരും. ആയതിനാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, പ്രിയ മാതാവേ, പിതാവേ, പ്രിയ യൗവനക്കാര, നിൻ്റെ ജീവിതത്തിൽ ഈ സ്വയം നിയന്ത്രണം എന്നുള്ള ഒരു സ്വഭാവം നിൻ്റെ ജീവിതത്തിലുണ്ടോ? അതില്ലെങ്കിൽ ഇന്ന് മുതൽ അത് വളർത്തിയെടുക്കുവാനുള്ള ഒരു പ്രയത്നത്തിൽ ആയിരിക്കണമെന്നാണ് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നാം തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ സദൃശ്യവാക്യങ്ങൾ അവിടെ 19-ാം അധ്യായം ഇവിടെ 11-ാമത്തെ വാക്യത്തിൽ ഇവിടെ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. 19:11 ഇവിടെ പറയുന്നത്, വിവേക ബുദ്ധിയാൽ മനുഷ്യന് ദീർഘക്ഷമ വരുന്നു, ലംഘനം ക്ഷമിക്കുന്നത് അവന് ഭൂഷണം എന്നാണ് ഇവിടെ പറയുന്നത്. വിവേക ബുദ്ധിയാൽ മനുഷ്യന് ദീർഘക്ഷമ വരുന്നു. നാം വിവേകത്തോടുകൂടി നാം കാര്യങ്ങൾ നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് ക്ഷമിക്കുവാനും സഹിക്കുവാനും അത് എപ്രകാരമാണ് ചെയ്യേണ്ടത് എന്നുള്ളതായ പക്വതയും പരിജ്ഞാനവും നമുക്ക് ഉണ്ടായി നാം വിവേകത്തോട് ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യണമെന്നുള്ള ഒരു വലിയൊരു ആഹ്വാനമാണ് തിരുവചനത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്നത്. ആയതിനാൽ അതുപോലെ തന്നെ ലംഘനം എന്താണ്? നമ്മൾ ക്ഷമിക്കണം. മറ്റുള്ളവർ നമ്മളോട് ചെയ്യുന്ന കാര്യങ്ങൾ നാം ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ളതായ ഒരു തന്മ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളർത്തിയെടുക്കണം. സ്വയം നിയന്ത്രണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പ്രിയമുള്ളവരെ, നമ്മളുടെ ദുർസ്വഭാവങ്ങൾ നമ്മളെ നിയന്ത്രിക്കുകയല്ല, നമ്മുടെ ജീവിതത്തിലുണ്ടായ ആ കാര്യങ്ങളെ നമ്മൾ വേണം നിയന്ത്രിക്കേണ്ടത്. നാം നോക്കുമ്പോൾ ഇന്ന് അനേക യൗവനക്കാർ പലവിധമായ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ഈ ലഹരി പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ മയക്കുമരുന്നുകൾ അവരെ നിയന്ത്രിക്കുന്നു. സ്വയം നിയന്ത്രണമില്ലാതെ ഒരു ജീവിതം നയിക്കുന്നതായിട്ടും കാണുന്നു.
കുത്തഴിഞ്ഞ ഒരു ജീവിതം നയിക്കുന്നതായിട്ട് കാണുന്നു, സ്വയം നിയന്ത്രണമില്ലാതെ. അങ്ങനെ സ്വയം നിയന്ത്രണമില്ലാതെ ജീവിതം നയിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ ബഹുമാനിക്കാതെ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന് കീഴടങ്ങാതെ, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കാതെ, എന്താണ് മുതിർന്നവർക്ക് കൊടുക്കേണ്ടതായ ആ ബഹുമാനം നൽകാതെ, ഇങ്ങനെ ഒരു അലങ്കോലപ്പെട്ട അല്ലെങ്കിൽ ആർക്കും പ്രിയമില്ലാത്തൊരു ജീവിതം നയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്നതിൽ നാം കാണുന്നു. അതിനല്ല, നമുക്കെതിരായിട്ടുള്ളതായ ലംഘനങ്ങൾ നാം എപ്പോഴും ക്ഷമിക്കുവാനും സഹിക്കുവാനും നാം തയ്യാറുള്ളവരായിരിക്കണം. വിവേകത്തോടുകൂടി നാം കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ഇവിടെ തിരുവചനം പറയുന്നത്. അനേക വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായി, അനിവാര്യമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായ ഒരു സ്വഭാവത്തെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. യാക്കോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ ഈ സ്വയം നിയന്ത്രണത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് ഒന്ന് നമുക്ക് നോക്കാം. യാക്കോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 19-ാമത്തെ വാക്യം എന്താണ് പറയുന്നത്? എന്താണ്? പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അറിയുന്നുവല്ലോ, എന്നാൽ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവനും ആയിരിക്കട്ടെ എന്നാണ് പറയുന്നത്. കേൾക്കുവാനായിട്ട് എപ്പോഴും എന്താണ്? നിങ്ങൾ തയ്യാറുള്ളവരായിരിക്കണം. എന്നാൽ കോപം കൊള്ളുവാനായിട്ട് നിങ്ങൾ എന്താണ്? താമസമുള്ളവനായിരിക്കണമെന്നാണ് പറയുന്നത്. അത് പ്രതികരിക്കുവാനായിട്ട് എപ്പോഴും നിങ്ങൾ താമസമുള്ളവനായിരിക്കണം. കേട്ട നിമിഷം പലരും എന്താണ്? വീടുകളിൽ നിന്ന് ചാടി പുറത്തേക്ക്, ഇന്ന് ഞാൻ കാണിച്ചു തരാം, ഞാൻ ആരാണെന്ന് അവനെ ഞാൻ അറിയിക്കാം, അവൻ അറിയാമോ ഞാൻ ആരാണെന്ന് എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ അവൾ 1 പറഞ്ഞോ, ഞാൻ 10 പറഞ്ഞിട്ടേ ഞാൻ വരികയുള്ളൂ എന്ന് ചില സ്ത്രീകൾ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, വചനം ഒന്നും കൂടെ നമ്മൾ ശ്രദ്ധിച്ച് വായിച്ച് നമ്മൾ നോക്കണം. എന്താണ് പറഞ്ഞത്? പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അത് അറിയുന്നുവല്ലോ, എന്നാൽ ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവനും ആയിരിക്കട്ടെ. നിങ്ങളിത് ശ്രദ്ധിക്കുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? പ്രിയ ദാസനെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴും കേൾപ്പാൻ വേഗതയുള്ളവരായിരിക്കണം. അതുപോലെ തന്നെ അത് പ്രതികരിക്കുന്നത് വളരെ താമസമുള്ളവരായിരിക്കണം. പ്രതികരിക്കുന്നത് എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് മണ്ടത്തരമായി പോയി, അത് ശരിയായില്ല, അയ്യോ ഞാൻ അറിഞ്ഞില്ല, അയ്യോ ഞാൻ ചിന്തിച്ചില്ല, ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ ചിന്തിച്ചില്ല, ഞാൻ അവളോട് ഇങ്ങനെ ഇപ്രകാരം സംസാരിക്കാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ആ മകനോട് ഇപ്രകാരം ഞാൻ ഇടപെടുവാൻ പാടില്ലായിരുന്നു, ഞാൻ അത്രത്തോളം ഒരു കടുങ്കൈ അവൻ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എത്രയോ അനുഭവങ്ങൾ പത്രവാർത്തകളിലൂടെ നമ്മൾ വായിക്കുന്നുവല്ലോ. ഇപ്രകാരം എന്താണ്? മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ശകാരിച്ചത് കൊണ്ട് കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതത്തെ ഒടുക്കിയെന്ന്, അല്ലെങ്കിൽ ഭർത്താവ് തെറ്റായ രീതിയിൽ ഇടപെട്ടത് കൊണ്ട് ഭാര്യ ജീവിതത്തെ ഒടുക്കിക്കളഞ്ഞെന്ന്, അങ്ങനെ ഭർത്താക്കന്മാർ ജീവിതത്തെ ഒടുക്കിക്കളഞ്ഞെന്ന് എത്രയോ കാര്യങ്ങൾ നാം കാണുന്നു, കേൾക്കുന്നുവല്ലോ. പ്രിയമുള്ളവരെ, ആയതിനാൽ എന്താണ് വചനം പറയുന്നത് പോലെ കേൾക്കുവാനായിട്ട് നമ്മൾ വേഗതയുള്ളവരും അതുപോലെ ക്ഷുഭിതരാകുവാനായിട്ട് താമസമുള്ളവരും ആയിരിക്കണമെന്നാണ് വചനം പറയുന്നത്. നമുക്ക് സദൃശ്യവാക്യങ്ങൾ 10-ാം അധ്യായം 19-ാമത്തെ വാക്യം എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. സദൃശ്യവാക്യങ്ങൾ 10-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ ഇവിടെ പറയുന്ന വാക്യം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 19-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്ന എന്താണെന്നാൽ, വാക്ക് പെരുകിയാൽ ലംഘനം ഇല്ലാതിരിക്കുകയില്ല. എന്താണ്? വാക്ക് പെരുകിയാൽ ലംഘനം ഇല്ലാതിരിക്കുകയില്ല. എന്താണ്? ഒരു വാക്ക് സംസാരിക്കുമ്പോൾ പിന്നെയും അത് കൂടുതലായിട്ട് എന്താണ്? അതിനൊരു സംസാരമുണ്ടാകും, തമ്മിൽ വാക്ക് തർക്കമുണ്ടാകും. അവൾ 1 പറഞ്ഞാൽ ഞാൻ 10 പറയുമെന്ന്, അവൻ 1 പറഞ്ഞാൽ ഞാൻ 10 പറയുമെന്നുള്ളതായ രീതിയിൽ അവനാണോ അല്ലെങ്കിൽ ഞാനാണോ, അവളാണോ ഞാനാണോ എന്നുള്ളതായ രീതിയിലുള്ളതായ ചിന്താഗതി മനുഷ്യരിൽ ഉണ്ടാകുകയും വാക്കുകൾ പെരുകുമ്പോൾ ലംഘനവും അവിടെ വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, തിരുവചനം എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ സ്വയം നിയന്ത്രണത്തെക്കുറിച്ച്, നമ്മളെ സ്വയമായിട്ട് നമ്മൾ നിയന്ത്രിക്കണം എന്ന് ഇവിടെ വചനം ഇവിടെ എത്ര നല്ല രീതിയിലാണ് നമുക്ക് വ്യാഖ്യാനം നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും.
വാക്കുകളെ നിയന്ത്രിക്കുന്നവരായി, നമ്മളെ തന്നെ നിയന്ത്രിക്കുന്നവരായി, നമ്മളെ തന്നെ ദൈവത്തിൻ്റെ അധീനതയിൽ അവൻ്റെയായ പരിശുദ്ധാത്മാവിൻ്റെയായ അവൻ്റെ ആ അധീനതയിൽ അവൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരായി, നമ്മളെ തന്നെ നിയന്ത്രിക്കുന്നവരായി ജീവിക്കണം എന്നാണ് വചനം ഇവിടെ പറയുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. സദൃശവാക്യങ്ങൾ 14-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം നമുക്ക് പരിശോധിക്കാമെന്നാണ് പറയുന്നത്. മുൻകോപി ഭോഷത്വം പ്രവർത്തിക്കുന്നു, തുരുവുമായി ദ്വേഷിക്കപ്പെടും, അല്പബുദ്ധികൾ ഭോഷത്വം അവകാശമാക്കിക്കൊള്ളുന്നു, സൂക്ഷ്മബുദ്ധികളോ പരിജ്ഞാനമണിയുന്നു എന്നാണ് ഇവിടെ വചനം പറയുന്നത്. മുൻകോപി എന്താണ്? ഭോഷത്വം പ്രവർത്തിക്കുന്നു. എപ്പോഴും മുൻകോപമുള്ളവൻ അവൻ ഭയങ്കര അവൻ മുൻകോപിയാണ്. അവനോട് സംസാരിക്കുന്നത് വളരെ സൂക്ഷിക്കണം. അവൻ എന്ത് ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല. ചില മാതാപിതാക്കൾ, ചില മക്കൾ വീടുകളിൽ വൈകിട്ട് വീട്ടിലെത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കൾ അവർ മിണ്ടുകയില്ല. അവരുടെ മറ്റും പെങ്ങന്മാരും മിണ്ടുകയില്ല. മുൻകോപിയായ ഒരു ആങ്ങളെയാണ് വീട്ടിൽ വന്നിരിക്കുന്നത്, ആരും തന്നെ മിണ്ടരുത് എന്ന് അവർ പറയും. അല്ലെങ്കിൽ ചിലപ്പോൾ ചില ഗൃഹനാഥന്മാർ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആരും തന്നെ ശബ്ദിക്കില്ല. ഗൃഹനാഥൻ വളരെ മുൻകോപിയാണ്. അല്ലെങ്കിൽ ചില വീട്ടിലുള്ള ഗൃഹനായിക വീട്ടിലെത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ സൈലൻ്റാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഗൃഹനായിക വളരെ മുൻകോപിയാണ്. അവൾ എന്ത് താണ്ഡവമാണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അന്നും അറിയില്ല എന്ന് പലരും ചിന്തിക്കുന്നു. മുൻകോപി ഭോഷത്വം പ്രവർത്തിക്കുന്നു എന്നാണ് വചനം ഇവിടെ പറയുന്നത്. ദുരൂഹമായി ദ്വേഷിക്കപ്പെടും, അല്പബുദ്ധികൾ അവർക്ക് ഭോഷത്വം അവകാശമാക്കിക്കൊള്ളുന്നു. എന്നാൽ സൂക്ഷ്മബുദ്ധികളോ അവിടെ പരിജ്ഞാനം അണിയുന്നു. നമ്മൾ പലവിധമായ കാര്യങ്ങൾ അണിഞ്ഞ് നമ്മളെ തന്നെ മോടി പിടിപ്പിക്കാൻ നമ്മൾ താല്പര്യപ്പെടും. എന്നാൽ നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ നന്മയായ കാര്യങ്ങൾ, നല്ല സ്വഭാവം അണിയുന്നവരായി സൂക്ഷ്മബുദ്ധികളായി നമ്മൾ ജീവിക്കേണ്ടത് അനിവാര്യമാണ്. അതുപോലെ തുടർന്ന് അവിടെ സദൃശവാക്യങ്ങൾ 10-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ നമുക്ക് പരിശോധിക്കാം. 10-ാം അധ്യായം 25-ാമത്തെ വാക്യം എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ചുഴലിക്കാറ്റ് കടന്നു പോകുമ്പോൾ ദുഷ്ടൻ ഇല്ലാതെയായി നീതിമാനോ സ്വസ്ഥമായി അടിസ്ഥാനമുള്ളവൻ എന്നിവിടെ വചനം ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇവിടെ ചുഴലിക്കാറ്റ് കടന്നു പോകുമ്പോൾ ദുഷ്ടൻ ഇല്ലാതായി പോകുന്നു, എന്നാൽ നീതിമാനോ ശാശ്വതമായ അടിസ്ഥാനമുള്ളവൻ എന്നാണ് പറയുന്നത്. നമ്മൾ എപ്പോഴും നല്ല നിയന്ത്രണമുള്ളവരായി, ദുഷ്ടത പ്രവർത്തിക്കുവാനോ മുൻകോപമുള്ളവരായോ ക്ഷുഭിതരാകുവാനോ അല്ലെങ്കിൽ പ്രതികരിക്കുവാനായിട്ട് എപ്പോഴും തയ്യാറുള്ളവരായോ, അല്ലെങ്കിൽ മറ്റുള്ളവർ ഇപ്രകാരമാണ് അതിനേക്കാളും ഞാൻ ഇങ്ങനെ ഈ രീതിയിൽ ഞാൻ ജീവിക്കണമെന്ന് നമ്മൾ അവരോട് മത്സരിക്കുന്നവരായിട്ട് നാം ജീവിക്കാതെ നാം എപ്പോഴും സൂക്ഷ്മബുദ്ധിയുള്ളവരായി നാം നീതിയായ കാര്യങ്ങൾ ചെയ്യുന്നവരായി ദൈവത്തിൽ നമ്മുടെയായ കാര്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നാം മറ്റുള്ളവരെക്കാളും പരിജ്ഞാനമുള്ളവരായും പക്വതയുള്ളവരായും ദൈവത്തിന് പ്രിയമുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നവരായും മാത്രം നമ്മൾ ജീവിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ ആ മഹത്വം, അവൻ്റെയായ നാമം നമ്മുടെ വാക്കുകളിലും നടപ്പിലും നമ്മുടെ ചിന്തയിലും പ്രവർത്തനയിലും എല്ലാം നാം വെളിപ്പെടുത്തിക്കൊണ്ട് സ്വയ നിയന്ത്രണമുള്ളവരായി നാം എപ്പോഴും ജീവിക്കേണ്ടത് അനിവാര്യമാണ്. എത്രയോ കൂട്ടായ്മകൾ, നല്ല നല്ല കൂട്ടായ്മകൾ, നല്ല രീതിയിൽ വചനം പഠിച്ച ശേഷം, ദൈവത്തെ മഹത്വപ്പെടുത്തിയ ശേഷം കൂട്ടായ്മകൾ കഴിഞ്ഞ് അവരുടെ ഭവനങ്ങളിലേക്ക് മടങ്ങുന്ന സമയത്ത് പോലും കലഹിക്കുന്നതായ അനുഭവങ്ങൾ പല കൂട്ടായ്മകളിൽ ഉണ്ട്. പ്രിയമുള്ളവരെ, ഇതെല്ലാം നാം നമ്മുടെ ജീവിതത്തിൽ സ്വയ നിയന്ത്രണമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ക്രിസ്തീയ സഹോദരന്മാരുടെ ഇടയിൽ മാത്രമല്ല, ഇന്ന് പലവിധമായ മാർഗങ്ങളിലൂടെ നാം നോക്കുമ്പോൾ പലരുടെയും ഇടയിൽ ഈ സ്വയം നിയന്ത്രണം, ഇല്ലെങ്കിൽ ആംഗ്ല ഭാഷയിൽ പറയുമ്പോൾ സെൽഫ് കൺട്രോൾ എന്നുള്ളതായ ഈ സ്വഭാവം അത് നമ്മുടെ ജീവിതത്തിൽ അഭ്യസിക്കാത്തത് കൊണ്ട് അനേക പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് പലർക്കും സമാധാനമില്ലാതെ, പലർക്കും അസ്വസ്ഥതയുടെ അവസ്ഥയിൽ ജീവിക്കേണ്ടതായ ഒരു അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആയതിനാൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്,
പ്രിയ ദൈവദാസ, പ്രിയ ദൈവദാസി, പ്രിയ യവനക്കാര, പ്രിയ സഹോദരി സഹോദര, ഇതാ നിങ്ങളുടെ അടുത്തിൽ ഞാൻ ആഹ്വാനം ചെയ്യുന്നത്, അന്ത്യ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നാം ദൈവത്തിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ നാളുകളിൽ സ്വയം നിയന്ത്രണമുള്ളവരായി, ദൈവ പൈതലായി, സ്വർഗീയമായ ഈ ഉപദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നാം ദൈവത്തിന് പ്രിയമുള്ളവരായി ഒരു ജീവിതം നമ്മൾ നയിക്കേണ്ടത് അനിവാര്യമാണ്, അത്യാവശ്യമാണ്. ആയതിനാൽ നാം ഈ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കുവാനായിട്ട് ഓരോ ദിവസവും ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, ദൈവമേ, ഞാൻ ഇന്നു മുതൽ എന്താണ് ഒരു സ്വയം നിയന്ത്രണമുള്ള ഒരു ദൈവദാസിയായി ജീവിക്കുവാനായിട്ട്, ഒരു ദൈവ പൈതലായി ജീവിക്കുവാനായിട്ട് ദൈവമേ എനിക്ക് നല്ല ബുദ്ധി എനിക്ക് നൽകണമേ എന്ന് ദൈവത്തോട് വിലപിക്കുകയാണെങ്കിൽ, കർത്താവായ ദൈവം നിന്നെ കടാക്ഷിക്കുകയും നിന്നെ തൊടുകയും നിനക്ക് സ്വയം നിയന്ത്രണമെന്നുള്ള നല്ല സ്വഭാവം നിന്റെ ജീവിതത്തിൽ വളർത്തിയെടുക്കുവാനായിട്ട് ദൈവം അതിനുവേണ്ടിയായ അനുഗ്രഹങ്ങൾ പകരുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. സദൃശവാക്യങ്ങൾ 9-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ വളരെ മനോഹരമായ ഒരു വാക്യം ഇവിടെ നമുക്ക് ദൈവം തന്നിരിക്കുകയാണ്. 6-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: ബുദ്ധിഹീനരെ ബുദ്ധിഹീനത വിട്ട് ജീവിപ്പീൻ, വിവേകത്തിൻ്റെ മാർഗത്തിൽ നടന്നുകൊള്ളുവീൻ എന്ന് വചനം ഇവിടെ പറയുന്നു. ബുദ്ധിഹീനരെ ബുദ്ധിഹീനത വിട്ട് ജീവിപ്പീൻ, വിവേകത്തിൻ്റെ മാർഗത്തിൽ നടന്നുകൊള്ളുവീൻ. സ്വയം നിയന്ത്രണം നമ്മുടെ ജീവിതത്തിൽ നാം അഭ്യസിച്ചുകൊണ്ട് നാം ബുദ്ധിഹീനത വിട്ട് നാം വിവേകമുള്ളവരായി നാം വിവേകത്തിൻ്റെ മാർഗത്തിൽ നടന്നുകൊള്ളുവാനായിട്ട് ദൈവം നമുക്കൊരു വലിയൊരു ആഹ്വാനം നൽകുന്നു. ആയതിനാൽ ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം, ഉപദേശത്തിന് പ്രകാരം നമുക്ക് ജീവിക്കുവാനായിട്ട് നാം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം, യാചിക്കാം. ദൈവം അതിനുവേണ്ടിയതായ എല്ലാവിധമായ അനുഗ്രഹങ്ങളും പക്വതയും പരിജ്ഞാനം നമുക്ക് പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം ചെയ്യേണ്ടത് എന്തെന്നാൽ, നാം മുട്ടിന്മേൽ നിന്ന് ദൈവത്തോട് നാം കരഞ്ഞ് നാം വിലപിച്ചുകൊണ്ട്, എൻ്റെ ജീവിതത്തിൽ കർത്താവെ സ്വയം നിയന്ത്രണമെന്നുള്ള ഒരു നല്ല സ്വഭാവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് എന്നെ സഹായിക്കണമേ എന്ന് നിങ്ങൾ വിലപിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വയം നിയന്ത്രണമെന്നുള്ള നല്ല സ്വഭാവം എൻ്റെ ജീവിതത്തിൽ വളർത്തിയെടുക്കുവാൻ എന്നെ സഹായിക്കണമേ. കർത്താവെ, അടിയങ്ങൾക്ക് നൽകിയ ദൂതനായ സ്തോത്രം. കർത്താവെ, അടിയങ്ങളുടെ ജീവിതത്തിൽ സ്വയം നിയന്ത്രണം അഭ്യസിച്ചുകൊണ്ട് അനേകർക്ക് അവരുടെ രക്ഷയ്ക്കായി ദൈവം പ്രവർത്തിക്കുവാനും കർത്താവെ അതിനുവേണ്ടി പ്രയത്നിക്കുവാൻ സഹായിക്കണമേ. ദൂത് കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ തന്നെ നാം ധ്യാനിച്ചുകൊള്ളുന്ന പ്രാർത്ഥന എടുക്കുന്ന നല്ല ദൈവമേ, ആമേൻ. സ്വയം നിയന്ത്രണം എന്നുള്ളതായ ഇപ്രകാരമായ വിഷയങ്ങളെക്കുറിച്ചും അനേകവിധമായ ആത്മീയമായ സംശയങ്ങളെക്കുറിച്ച് ദൂരീകരിക്കുവാനായിട്ട് താഴെ കാണുന്ന അഡ്രസ്സിൽ നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നിങ്ങളുടെ ഈ സംശയങ്ങൾ പരിഹരിക്കുവാനായിട്ട് അനേകമായ വിധത്തിലുള്ള ആത്മീയ പുസ്തകങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുവാൻ ഞങ്ങൾ തയ്യാറായിരിക്കുന്നു. ഈ അഡ്രസ്സിൽ താഴെ കാണുന്ന അഡ്രസ്സിൽ നിങ്ങൾ ബന്ധപ്പെടുക. നന്ദി, നമസ്കാരം.